24 ഇമ്പാക്ട്. കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാമിലെ സ്റ്റെറിലൈസർ ചോർച്ചയിൽ നടപടി. സ്റ്റെറിലൈസറിന്റെ തകരാർ പരിഹരിക്കും വരെ പ്രവർത്തിപ്പിക്കില്ല. പ്രവർത്തനം നിർത്തിവെക്കാൻ കമ്പനി MD മാനേജരോട് ആവശ്യപ്പെട്ടു. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 തവണയാണ് ഈ സ്റ്റെറിലൈസറിലെ ചോർച്ചയുണ്ടായത്. ഇത് സംബന്ധിച്ച് ഇതിൽ തൊഴിലാളികളുടെ ആശങ്ക വളരെ വലുതായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഈ സ്റ്റെറിലൈസർ പൊട്ടിത്തെറിച്ച് ഇവിടെ ഒരു തൊഴിലാളി മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ കൂടുതൽ ആശങ്ക ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ ഗുണനിലവാരമില്ലാത്ത വാഷറുകൾ ഇട്ട ഈ സ്റ്റെറിലൈസർ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഇത് തൊഴിലാളികളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നതായുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കാൻ MD ഫാക്ടറി മാനേജർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ കോട്ടയത്ത് നിന്നും അടിയന്തരമായി ഇതിൽ എഞ്ചിനീയർ എത്തി ഈ തകരാർ പരിഹരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തകരാർ പരിഹരിച്ച ശേഷം മാത്രം പ്ലാന്റ് പ്രവർത്തിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് MD മാനേജർക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന മുഴുവൻ തൊഴിലാളികളെയും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെറിലൈസറിന്റെ തകരാർ പരിഹരിച്ച ശേഷം മാത്രം പ്രവർത്തിപ്പിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളെയും ഇവിടെ നിന്നും നീക്കം ചെയ്യാനും കമ്പനി MD മാനേജർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.